السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس الموت فإنما توفون أجوركم يوم القيامة. വളരെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ നിന്നുള്ള ഏറ്റവും ചിന്തിക്കേണ്ടതായ ഒരു ആയത്താണ് ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. മരണത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആയത്താണിത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഫഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഏതൊരു മനുഷ്യനും ഏതൊരു ശരീരവും മരണത്തെ രുചിക്കാതെ കടന്നു പോവുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം എപ്പോഴും മരണത്തെ ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. ഈ ലോകത്തെ ജീവിതത്തിൽ മരണത്തെ മറന്നുകൊണ്ട് മതിമറന്ന് ജീവിക്കേണ്ടവരല്ല. എന്നൊന്നും ശാശ്വതമല്ലാത്ത ഈ ദുനിയാവ് ഏത് നിമിഷവും വിട്ടു പിരിഞ്ഞു പോകേണ്ടവരാണ്. അതുകൊണ്ട് നാം ഏവരും അല്ലാഹുവിൻ്റെ ആ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണം. ഈ ജീവിതം എന്നേക്കുമുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. നാം ഏവരും മാറടി മണ്ണിലേക്ക് ഒരു ദിവസം പോകേണ്ടവരാണ്. ഉറ്റവരെയും ഉടവരെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആരാരുമില്ലാത്ത ഏകനായി ജീവിക്കേണ്ടതായ പരിശുദ്ധമായ ഖബറിൽ നാം കിടക്കേണ്ടവരാണ്. അതുകൊണ്ട് നാം ഏവരും ജീവിതം സംശുദ്ധമാക്കാൻ, തെറ്റുകളിൽ നിന്ന് പിന്മാറാൻ, തെറ്റുകുറ്റങ്ങളിൽ തന്നെ എന്നും അടിമയായി ജീവിക്കാതെ എന്ന് പിന്മാറിക്കൊണ്ട് ഒരു മുത്തുമുഅ്മിനായി ജീവിച്ചുകൊണ്ട് മുത്തഖിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ മതിമറന്ന് ജീവിച്ചാൽ നാളെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരേണ്ടവരാണ്. ഞാൻ നിങ്ങളെ വെറുതെ വിടുകയില്ല എന്ന് അല്ലാഹു അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ നമ്മെ ഉത്ബോധനം ചെയ്യുന്നു. ഇത്തഖുല്ലാഹ ഹഖ തുഖാതി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം. സത്യസന്ധമായ യഥാർത്ഥമായ തഖ്വയാണ് വേണ്ടത്. അങ്ങനെ മുത്തഖിയായി ജീവിച്ച് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ മരിക്കുമ്പോൾ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന് നമ്മോട് ഉത്ബോധനം ചെയ്യുമ്പോൾ, നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നാം ഏവരും മുത്തഖിയായി തന്നെ ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം സംശുദ്ധമാക്കാൻ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പിന്മാറി ജീവിക്കാൻ അല്ലാഹു നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ ഹഖ്ജാവ് ബർക്കത്ത് കൊണ്ട് നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. പ്രയാസങ്ങൾ നീക്കട്ടെ. രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകട്ടെ. കടങ്ങളൊക്കെ വെട്ടിത്തരട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ബർസഖിയായ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. മാരകമായ രോഗം, അപകട മരണങ്ങൾ, അതേപോലെ കീറിമുറിക്കുന്ന, സാമ്പത്തികമായി നഷ്ടം വരുത്തുന്ന, വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാ രോഗത്തെ തൊട്ടും നാം ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.